നമസ്കാരം. കണ്ണൂർ യൂണിവേഴ്സിറ്റി 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ BSc വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് ദൃശ്യകലാ സാഹിത്യം എന്നത്. ഇതിലെ മൂന്നാമത്തെ മൊഡ്യൂൾ ആധുനിക ദൃശ്യകലാരൂപങ്ങൾ എന്നതാണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് ജി ശങ്കരപ്പിള്ളയുടെ സബർമതി ദൂരെയാണ് എന്നുള്ള നാടകം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ നാടകത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം നമ്മൾ ഈ നാടകത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ചും നാടകം എന്താണെന്ന് ചുരുക്കത്തിലും കാണുന്നു. അതിനുശേഷം നമ്മൾ നാടകത്തിലെ കഥ നമ്മൾ വിശദമായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. ജി ശങ്കരപ്പിള്ളയെ അറിയാം നമുക്ക്. ജീവിതം മുഴുവനും അദ്ദേഹം നാടകത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിത്വമാണ്. ഇദ്ദേഹം പാശ്ചാത്യ പൗരസ്ത്യ നാടക അവതരണ രീതികളെ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു പുതിയൊരു നാടക സംസ്കാരം രൂപീകരിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളിലെ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരാളാണ് ജി ശങ്കരപ്പിള്ള. ഇദ്ദേഹം 1959 രചിച്ച ഒരു ഏകാംഗ നാടകമാണ് സബർമതി ദൂരെയാണ് എന്നുള്ളത്. ഇത് ഗാന്ധിയൻ മാനവികതയെ മുൻനിർത്തി തയ്യാറാക്കിയ ഒരു നാടകമാണ് ഈ ഏകാംഗ നാടകം. അതുകൊണ്ട് തന്നെ ഇതിന് സവിശേഷത ഏറെ ഉള്ളതാണ്. രണ്ട് സ്ഥലങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്. അതായത് സബർമതി, നവഖലി എന്നുള്ള രണ്ട് സ്ഥലങ്ങളെ. ഈ സബർമതി, നവഖലി ഇത് സമകാലീന ജീവിത വ്യവസ്ഥകളെ ഇതുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് അത് രണ്ടും വേർതിരിച്ച് എന്താണ് സബർമതി എന്നും എന്താണ് നവഖലി എന്നും കൃത്യമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ നാടകത്തിലൂടെ ജി ശങ്കരപ്പിള്ള ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞിട്ടുള്ള ഈ പോരും ചോരപ്പുഴകളൊക്കെ ഇന്നും അവസാനിച്ചിട്ടില്ല എന്നും ഈ നാടകത്തിലൂടെ അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗാന്ധിയൻ ഹ്യൂമനിസത്തിന്റെ അടിത്തറയിൽ പടുത്തുയർത്തിയ ഒരു നാടകമാണ് ഈ സബർമതി ദൂരെയാണ് എന്നുള്ള ഈ നാടകം. ഇവിടെ സബർമതി സഹനത്തിന്റെയും അതോടൊപ്പം തന്നെ സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ഒക്കെ ചിഹ്നമായിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് നവഖലി വർഗീയതയുടെയും പകയുടെ അക്രമത്തിന്റെ ഒക്കെ ചിഹ്നമായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്യാണ്. ഈ നാടകത്തിൽ പ്രധാനമായിട്ടും 4 കഥാപാത്രങ്ങളാണുള്ളത്. ആ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നും കൂടെ നമ്മളിവിടെ കാണുകയാണ്. കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് മാധവൻ, വേണു, ശാന്തി, തേവൻ എന്നിവരാണ്. ഈ മാധവനും വേണു ശാന്തിയും ജ്യേഷ്ഠാനുജന്മാരാണ്, അനുജത്തിയും കൂടെയാണ്. അതോടൊപ്പം തന്നെ തേവൻ ഇവരുടെ ഈ വീട്ടിലെ പണ്ട് തൊട്ടേ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനും കൂടിയാണ്. ഇതാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ മാധവൻ സമ്പന്നനാണ്, അതോടൊപ്പം തന്നെ ജാതി കാര്യങ്ങളിൽ താല്പര്യമുള്ളവനാണ്, മതത്തിന്റെ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നവനാണ്, പണത്തിന്റെ അപ്പുറം ബന്ധങ്ങളെ സൂക്ഷിക്കാത്ത ഒരു വ്യക്തിയും കൂടിയാണ് മാധവൻ. അതോടൊപ്പം ഈ ജാതിബോധത്തിൽ മുഴുകിയിരിക്കുന്ന മാധവന് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന തേവനെ എന്നും ഒരു കീഴാള പദവിയിൽ നിർത്തിക്കൊണ്ടാണ് പെരുമാറുന്നത്. അതോടൊപ്പം തന്നെ ഈ തേവനെ മനുഷ്യനായിട്ട് കാണാനും ഉള്ള രീതിയൊന്നും ഈ മാധവന്റെ ജീവിതത്തിൽ നമ്മൾ കാണുകയും ചെയ്യുന്നില്ല. മാധവന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാധവന്റെ ജ്യേഷ്ഠനാണ് വേണു, അനുജത്തിയാണ് ശാന്തി. അപ്പൊ ഇവരെ തമ്മിലുള്ള ജ്യേഷ്ഠൻ അനുജത്തി രക്തബന്ധങ്ങൾ ഒന്നും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേ ഇല്ല. പണം, പ്രതാപം, അധികാരം, ജാതി മേൽക്കോയ്മ ഇത് മാത്രമാണ് മാധവന്റെ മുഖമുദ്രയായിട്ട് നാടകത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം ഒരു ആർദ്രത വറ്റിപ്പോയ കുടില ബുദ്ധിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ മാധവനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. വർഗീയതയും ഇല്ലായ്മ ചെയ്യലും മാധവന്റെ മുഖമുദ്രയാണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ അതിനുള്ള ഉദാഹരണം ഇവിടെ കാണുന്നുണ്ട്. അതായത് മുഹമ്മദ് കാസിം എന്നുള്ള ഒരു കൃഷിക്കാരൻ അദ്ദേഹത്തിന്റെ വയലിലേക്ക് വെള്ളം തിരിക്കാൻ വേണ്ടി വരുമ്പം അവിടെ പ്രശ്നം സൃഷ്ടിക്കാനും ഹിന്ദു മുസ്ലിം ലഹള സൃഷ്ടിക്കാനും അതോടൊപ്പം തന്നെ ആ ലഹളയുടെ ഇടയിൽപ്പെട്ട് തേവനെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ഒരു മാധവനെയും കൂടെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ജി ശങ്കരപ്പിള്ള കൃത്യമായിട്ട് മാധവനെ അവതരിപ്പിച്ചിരിക്കുന്നത് ദുഷ്ടതയുടെ ഒരു പര്യായമായിട്ടുള്ള രീതിയിലാണ് മാധവനെ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ നാടകത്തിന്റെ അവസാനം ഈ മാധവന്റെ ജ്യേഷ്ഠനായിട്ടുള്ള വേണു അതോടൊപ്പം തന്നെ തേവനും വീടിന്റെ പടിയിറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ സ്വന്തം ജ്യേഷ്ഠനാണെന്ന് കരുതിയിട്ടെങ്കിലും ഒന്ന് തിരിച്ചു വിളിക്കാനോ തന്റെ തെറ്റുകളെ തിരിച്ചറിയാനോ മാധവന് കഴിയുന്നില്ല. അത്രയ്ക്കും ഒരു അധികാരത്തിന്റെ അതുപോലെ തന്നെ മതത്തിനെ കുറിച്ച് മാത്രമുള്ള ചിന്ത, വർഗീയത ഇതൊക്കെ തിങ്ങി നിറഞ്ഞൊരു മനസ്സുമായിട്ടാണ് മാധവൻ ജീവിക്കുകയും ചെയ്യുന്നത്. ഇനി മറ്റൊരു കഥാപാത്രമാണ് വേണു. ഈ മാധവന്റെ ജ്യേഷ്ഠനാണ്. മാധവന്റെ നേർ വിപരീതമായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതയുള്ള വ്യക്തിയാണ് വേണു. വേണു എന്ന് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സമാധാനത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് വേണു നിലകൊള്ളുന്നത്. ഒരിക്കലെ ഒരു ബോംബ് സ്ഫോടനം വഴിയായിട്ട് ഇദ്ദേഹത്തിന്റെ വേണുവിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, തൻ്റെതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് തന്നെ. അപ്പൊ ഇങ്ങനെ കാഴ്ചയില്ലെങ്കിലും തൻ്റെ ഉൾക്കണ്ണുകൊണ്ട് മനുഷ്യ മനസ്സിൽ നിറഞ്ഞു വരുന്ന പകയുടെയും അധികാരത്തിന്റെയും അക്രമത്തിന്റെയും ഒക്കെ അന്ധത തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു കഥാപാത്രമാണ് വേണു. വേണു ഒരു ഗാന്ധിയൻ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ മനുഷ്യനായിട്ട് കാണാൻ വേണ്ടി കഴിയുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അതുകൊണ്ടാണ് തേവനെ മനുഷ്യനായിട്ട് തന്നെ കാണുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വേണു.
നാടകത്തിലെ മറ്റൊരു കഥാപാത്രമാണ് തേവൻ. ഈ തേവൻ ഒരു പുലയ സമുദായത്തിൽപ്പെട്ട ആളാണ്. മാധവന്റെ വീട്ടിലെ ഒരു തലപ്പുലയൻ, അതെന്ന് വെച്ചാൽ അവിടെ ജോലി ചെയ്യുന്ന മുതിർന്ന ഒരാളാണ് തേവൻ. ഈ തേവൻ അവിടെ ജോലി ചെയ്യുന്ന മാധവന്റെ പിതാവിന്റെ കാലം തൊട്ട് തന്നെ ആ വീടിന് വേണ്ടിയിട്ട് രാപകല് അധ്വാനിച്ച ഒരു വ്യക്തിയാണ് തേവൻ. ഈ തന്റെ ജീവിതകാലം മുഴുവനും മാധവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിതം വ്യയം ചെയ്ത തേവനെ മാധവൻ കാണുന്നത് മറ്റുള്ള രീതിയിലാണ്. കാരണം വെച്ചാൽ ഒരു വെറുതെ എന്തിനോ വേണ്ടിയുള്ള ഒരു ജന്മം എന്ന രീതിയിൽ, ഒരു ഉപകാരമില്ലാത്ത രീതിയിലാണ് മാധവൻ പലപ്പോഴും കാണുന്നത്. അപ്പൊ ഇങ്ങനെ അവഗണന ഒത്തിരി ഉണ്ട് ഈ തേവൻ. പക്ഷെ അപ്പോഴും താൻ ഈ കുടുംബത്തിലെ മാധവന്റെ അച്ഛന് കൊടുത്തൊരു വാക്കുണ്ട്. അത് മരിക്കോളം ഈ കുടുംബത്തിൽ തറവാട്ടിന് വേണ്ടിയിട്ട് നിലനിൽക്കുമെന്നുള്ള കൊടുത്തൊരു വാക്കുണ്ട്. അപ്പൊ വാക്കനുസരിച്ച് അവിടെ തുടരുക തന്നെ ചെയ്യുകയാണ് തേവൻ. നാലാമത്തെ കഥാപാത്രമാണ് ശാന്തി. ഇവിടെ നമ്മൾ മാധവനെ നമ്മൾ കാണുന്നത് നവഗലിയുടെ പ്രതീകമായിട്ടും വേണുവിനെ കാണുന്നത് സബർമതിയുടെ പ്രതീകമായിട്ടാണ്. അപ്പൊ ഇവരുടെ പെങ്ങളാണ് ശാന്തി. മാധവൻ, അതായത് നവഗലിക്കും സബർമതിക്കും, മാധവനും വേണുവിനും ഇടയിലുള്ള ഒരു കണ്ണിയാണ് ശാന്തി. അവരുടെ പ്രിയപ്പെട്ട പെങ്ങളാണ്. ഈ നാടക ആരംഭത്തിൽ തന്നെ ശാന്തി ഉയർത്തുന്ന ചോദ്യമാണ് നാടകത്തെ മുന്നോട്ട് നയിക്കുന്നതും നാടകം അവസാനിക്കുന്നത് ശാന്തി ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതും വഴിയായിട്ടാണ് ഈ നാടകം അവസാനിക്കുകയും ചെയ്യുന്നത്. ആ ചോദ്യം ഇതാണ്: ആഹ്ലാദിക്കാൻ എന്തിരിക്കുന്നു, നവഗലി അടുത്താണ്, സബർമതി ദൂരെയും. ഈ വാക്യം സ്കൂളിൽ നിന്നും അധ്യാപകൻ നൽകിയ ഒരു വാക്യമാണ്. ആ വാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ നാടകം ആരംഭിക്കുന്നത്. ശാന്തി പേരുപോലെ തന്നെ ഒരു ശാന്തതയുടെയും എളിമയുടെയും ഒക്കെ നല്ലൊരു, എല്ലാവരെയും മനുഷ്യരായിട്ട് പരിഗണിക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് ശാന്തി. ഇനി നമ്മൾ നാടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ നാടകം ആരംഭിക്കുമ്പോൾ മാധവന്റെ വീടാണ് രംഗം. അവിടെ ശാന്തി ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ്. ഈ ശാന്തി പാഠങ്ങളൊക്കെ വായിക്കുന്നു. കുറച്ചു മാറി എന്തൊക്കെ ചെയ്തുകൊണ്ട് തേവൻ ഇരിക്കുകയും ചെയ്യാണ്. അപ്പോൾ ശാന്തി വായിക്കാനായത്: സബർമതി ഇസ് ഫാർ ഓഫ്, നൗഖലി ഇസ് നിയർ. ആഹ്ലാദിക്കാൻ എന്താണുള്ളത്, സബർമതി ദൂരെയാണ്, നവഖലി അടുത്തും എന്ന് ശാന്തി ഉറക്കെ വായിച്ചു പഠിക്കുന്നതിനിടെയാണ് നാടകം ആരംഭിക്കുന്നത്. അപ്പൊ ശാന്തിയുടെ അടുത്ത് തേവൻ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയും ചെയ്യാണ്. പിന്നീട് ഈ ശാന്തിയും തേവനും തമ്മിൽ സംഭാഷണം നടക്കുകയാണ്. ശാന്തിയുടെ അച്ഛന്റെ അത്രയും പ്രായമുള്ള ആളാണ് ഈ തേവൻ. ഈ ശാന്തിയെ തമ്പ്രാട്ടി എന്ന് വിളിക്കുമ്പോൾ തന്നെ അങ്ങനെ വിളിക്കേണ്ടെന്നും തന്നെ ശാന്തി എന്ന പേര് വിളിച്ചാൽ മതിയെന്നും ശാന്തി പറയുന്നു. പക്ഷെ തേവൻ സമ്മതിക്കുന്നില്ല. പെട്ടെന്ന് ശാന്തി തേവനോട് മാല ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു വിളിക്കുമായിരുന്നു ചോദിക്കുന്നു. അപ്പൊ അത് കേൾക്കുമ്പോൾ തേവന്റെ കണ്ണ് നിറയാണ്. ഈ മാല എന്ന് പറയുന്നത് ഒരു കുട്ടിയാണ്, പെൺകുട്ടിയാണ്. തേവന്റെ മകളായിരുന്നു. ചെറുപ്പത്തിൽ അവൾ മരിച്ചുപോയി. അപ്പൊ തേവന്റെ സങ്കടം കാണുമ്പോൾ ശാന്തി തേവനെ ആശ്വസിപ്പിക്കുന്നു. തുടർന്ന് ശാന്തി എന്ന പേര് തേവനെ കൊണ്ട് വിളിപ്പിക്കുകയും തന്നെ അങ്ങനെ വിളിച്ചാൽ മതിയെന്നും മാലയെ പോലെ തന്നെ, അതായത് തേവന്റെ മകളെ പോലെ തന്നെ കാണണമെന്നും ശാന്തി പറയുകയും ചെയ്യാണ്. തുടർന്ന് ഈ മാധവൻ കൊച്ചമ്പ്രാൻ എപ്പോഴാണ് വരുന്നതെന്ന് ഈ തേവൻ ശാന്തിയോട് ചോദിക്കുകയാണ്. അപ്പൊ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ മാധവൻ വന്നിട്ട് വയലില് രാത്രി വെള്ളം മുറിച്ചു വിടാൻ പോകാനാണെന്ന് ഈ തേവൻ ശാന്തിയോട് പറയാണ്. തുടർന്ന് ശാന്തി വീണ്ടും ആ വാക്കുകൾ വായിക്കുകയാണ്. അപ്പൊ അങ്ങനെ വായിക്കാൻ തുടങ്ങുമ്പോൾ ഒന്നും മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ തന്റെ ജ്യേഷ്ഠനായിട്ടുള്ള വേണുവേട്ടനോട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് വേണുവിനെ വിളിക്കുന്നു. അപ്പൊ വേണു ശാന്തിയുടെയും മാധവന്റെയും ഈ മൂത്ത ജ്യേഷ്ഠനാണ്. അപ്പൊ അദ്ദേഹം ഒരു അന്ധനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അന്ധനാണ്. ഏകദേശം 30 വയസ്സ് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ശാന്തി വേണുവിനോട് പറയുന്നു, സാർ എന്നൊരു പാരഫ്രൈസ് തന്നു, ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന്. എങ്കിലും അത് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് അനീതിയോട് അത് വായിക്കാൻ വേണ്ടി വേണു പറയുകയും ചെയ്യാണ്. അപ്പൊ ശാന്തി ഇത് വായിക്കുന്നു: വൈ സോ ജുബിലേറ്റ്, സബർമതി ഇസ് ഫാർ ഓഫ്, നൗഖലി ഇസ് നിയർ എന്ന് വായിക്കുകയും ചെയ്യണം. അപ്പൊ അത് കേട്ടപ്പോഴേക്കും വേണു പെട്ടെന്ന് എഴുന്നേറ്റ് അല്പം പരിഭ്രമത്തോടു കൂടെ ശാന്തിയോട് ചോദിച്ചു, അത് ആരാണ് പറഞ്ഞതെന്ന് അറിയാമോ എന്ന്. ഈ വാക്ക് ആരാ പറഞ്ഞതെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് ശാന്തി പറയുകയാണ്. അപ്പോൾ വേണു ഇതിന് പിന്നിലുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. 1947 ഓഗസ്റ്റ് 14 ഇന്ത്യ സ്വതന്ത്രയാകുന്നതിന്റെ തലേ രാത്രി ഗാന്ധിജി പറഞ്ഞതാണ് ഇത്. നൗഖലി എന്ന സ്ഥലത്ത് ഒരു വൃദ്ധ മുസ്ലിം സ്ത്രീയുടെ കുടിലില് ഉപവസിക്കായിരുന്നു ഗാന്ധിജി. അപ്പൊ ഹിന്ദുവും മുസ്ലിമും എന്തിനെന്ന് അറിയാത്ത പരസ്പരം പോരിന് ഇറങ്ങിയിരിക്കുകയായിരുന്നു. അപ്പൊ അവര് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ പരസ്പരം പോരിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അതില് ആകെ വിഷമിച്ചിട്ടാണ് ഗാന്ധിജി ആ ഒരു മുസ്ലിം സ്ത്രീയുടെ കുടിലിൽ പോയിട്ട് ഉപവാസം ഇരുന്നത്. അപ്പൊ ഈ സമയത്ത് പത്രക്കാര് ഗാന്ധിജിയോട് എന്തെങ്കിലും ഒരു സന്ദേശം നൽകണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഗാന്ധിജി നൽകിയ സന്ദേശമാണത്. ആനന്ദിക്കാൻ എന്താണുള്ളത്, സബർമതി ദൂരെയാണ്, നൗഖലി ഇവിടെയും. അതായത് ഇന്ത്യ സ്വതന്ത്രയാകുന്നതിനെ കുറിച്ച് ആനന്ദിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം സബർമതി സമാധാനം ദൂരെയാണ്, നൗഖലി എന്ന് വെച്ചാൽ അക്രമവും വർഗീയതയും എല്ലാം ഇവിടെ അടുത്ത് തന്നെയാണ്, നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. സബർമതി സമാധാനം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ്. ഇത് രണ്ട് പ്രതീകങ്ങളാണ്. സബർമതി സമാധാനത്തിന്റെയും നൗഖലി അക്രമത്തിന്റെയും പ്രതീകമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സമാധാനം ദൂരെയാണെന്നും അക്രമവും
പകയുമെല്ലാം അടുത്താണെന്നും ഈ വരിയിലൂടെ ഗാന്ധിജി അർത്ഥമാക്കുകയാണ്. തുടർന്ന് വേണു പറയുന്നു, ഈ വാക്കിനെ കുറിച്ച് പറഞ്ഞു തരാൻ തനിക്ക് പ്രത്യേകമായിട്ട് അവകാശമുണ്ടെന്ന് വേണു പറയാണ്. തുടർന്ന് അതെന്താണെന്ന് വേണു പറയുന്നു. നൗഖലിയിലെ ആക്രമണം ഇന്ത്യയിലെ എല്ലായിടത്തും വ്യാപിച്ചു. കഴുത്തറ്റ മനുഷ്യ ശരീരങ്ങളെ തെരുവിൽ കിടന്ന് പിടയ്ക്കുന്നത് താൻ നേരിട്ട് കണ്ടതാണെന്നും ഒടുവില് ഒരു കൈബോംബ് തന്റെ അടുത്ത് പൊട്ടിത്തെറിച്ച് തന്റെ കാഴ്ച ഇല്ലാതാക്കിയതാണെന്നും വേണു പറയുകയും ചെയ്യാണ്. ഈ സമയത്ത് തന്നെ സബർമതി എന്താണെന്ന് ചോദിക്കുന്ന ശാന്തിക്ക് വേണു സബർമതിയെ കുറിച്ചും പറഞ്ഞു കൊടുക്കുകയാണ്. സബർമതി ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ആശ്രമമാണെന്നും ജാതിയും മതവും മറ്റ് താല്പര്യങ്ങളും വിലങ്ങിട്ട് കെട്ടാത്ത സ്വതന്ത്ര ഭൂമിയാണ് അതെന്നും മനുഷ്യത്വത്തിന്റെ ഇടമാണെന്നുമൊക്കെ വേണു ശാന്തിക്ക് സബർമതിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാണ്. ഈ സമയത്ത് മാധവൻ അവിടേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ വേണുവും ശാന്തിയും ഉള്ളിലേക്ക് പോവുകയും തേവനും മാധവനും തമ്മിൽ സംഭാഷണം ആരംഭിക്കുകയും ചെയ്യാണ്. മാധവന്റെ സംഭാഷണം മനുഷ്യത്വമില്ലാത്ത രീതിയിൽ, അതോടൊപ്പം തന്നെ വർഗീയത നിറഞ്ഞ രീതിയിലൊക്കെയുള്ള സംഭാഷണമാണ് മാധവൻ നടത്തുകയും ചെയ്യുന്നത്. മാധവൻ തേവനോട് പറയാണ്, തങ്ങളുടെ ഇത് മാധവന്റെ നെൽകൃഷി ചെയ്തിരിക്കുന്ന നിലത്തിനടുത്ത് കൃഷി ചെയ്തിരിക്കുന്ന മുഹമ്മദ് കാസിം ഇന്ന് രാത്രി നമ്മുടെ നിലത്തെ വെള്ളം ചോർത്തിക്കൊണ്ടു പോകാൻ സാധ്യതയുണ്ടെന്നും അവൻ ഒരു അന്യമതക്കാരനാണ്, അതുകൊണ്ട് വെള്ളം വിട്ടുകൊടുക്കരുതെന്നും അവൻ വല്ല കയ്യേറ്റത്തിനും വന്നാൽ നോക്കി നിൽക്കേണ്ടതില്ല, തിരിച്ച് നീ നല്ല രീതിയിൽ തന്നെ കൊടുക്കണമെന്നെല്ലാം പറഞ്ഞ് തേവൻ മാധവനെ കൃഷിസ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നു. അപ്പൊ മാധവൻ രണ്ട് ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ് തേവനെ വിടുന്നത്. ഒന്ന്, ഒരു വർഗീയ ലഹള, ഹിന്ദു മുസ്ലിം വർഗീയ ലഹള ഉണ്ടാക്കി മുസ്ലിം വിഭാഗത്തെ നശിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. മറ്റൊന്ന്, ഈ ശത്രുപക്ഷത്തിന്റെ കൈകൊണ്ട് തന്നെ തേവനെ ഇല്ലാതാക്കുക. ഈ മാധവന് തേവൻ ഒട്ടും ഇഷ്ടമില്ല, അതുകൊണ്ട് തേവനെ ശത്രുപക്ഷത്തിന്റെ കൈകൊണ്ട് തന്നെ ഇല്ലാതാക്കുക. അങ്ങനെ തേവനെ യാത്രയാക്കി ദുഷ്ടചിന്തയോടെ നിൽക്കുന്ന മാധവന്റെ അടുത്തേക്ക് ശാന്തി വരികയും അവർ തമ്മിൽ സംഭാഷണം നടക്കുകയും ചെയ്യാണ്. ഇവിടെ മാധവൻ പല രീതിയിലും ശാന്തിയെയും ജ്യേഷ്ഠനായിട്ടുള്ള വേണുവിനെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ വേണുവിന് കൂടി അവകാശപ്പെട്ട സ്വത്ത് മാധവൻ കൈക്കലാക്കി വെച്ചിരിക്കുകയല്ലേ എന്നെല്ലാം ശാന്തി തന്റെ ജ്യേഷ്ഠനായിട്ടുള്ള മാധവനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ വേണുവിനെ മാധവൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും സംസാരിക്കുമ്പോൾ വേണു അവിടേക്ക് രംഗപ്രവേശനം ചെയ്യാണ്. എന്റെ കണ്ണേ പൊട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വേണു അവിടേക്ക് രംഗപ്രവേശനം ചെയ്യാണ്. അപ്പൊ പിന്നീട് മാധവനും വേണുവും തമ്മിലുള്ള വാഗ്വാദങ്ങൾ അവിടെ നടക്കുകയാണ്. അപ്പൊ ഇരുവരോടും ഈ വാഗ്വാദങ്ങൾ നടക്കുന്ന സമയത്ത് അടങ്ങാൻ വേണ്ടിയിട്ട് ശാന്തി പറയുകയാണ്. ഇങ്ങനെ ഇരുവരോടും അടങ്ങാൻ വേണ്ടി പറയുന്ന ശാന്തിയെ മാധവൻ നിർബന്ധിച്ച് ഉള്ളിലേക്ക് പറഞ്ഞു വിടുന്നു. തുടർന്ന് മാധവൻ താൻ കുടുംബത്തെ നോക്കുന്നതും ഉണ്ണാൻ ഭക്ഷണം എത്തിക്കുന്നതുമായിട്ടുള്ള കണക്കുകളെല്ലാം വേണുവിനെ പരിഹസിച്ചുകൊണ്ട് നിരത്തി വയ്ക്കുകയാണ്. അപ്പൊ വേണു അതിന് തക്കതായ മറുപടികളും നൽകുന്നുണ്ട്. മാധവന്റെ സംസാരം ഇവിടെ വർഗീയതയും സ്വാർത്ഥതയും എല്ലാം നിറഞ്ഞതായിട്ട് മാറുമ്പോൾ വേണു മനുഷ്യത്വത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഉണ്ട ചോറിന്റെ കണക്ക് പോലും സ്വന്തം ജ്യേഷ്ഠനായിട്ടുള്ള വേണുവിനോട് മാധവനോട് ചോദിക്കുകയാണ്. അതോടൊപ്പം തേവനെ വീട്ടിനുള്ളിൽ കയറ്റിയതിനെയും അതോടൊപ്പം മാധവൻ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ തടഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട് വേണു അതിനോട് മാധവൻ പറഞ്ഞു, അവന് കിട്ടേണ്ടത് ഇന്ന് കിട്ടും, അതിനു കൂടിയാണ് ഞാൻ പറഞ്ഞു വിട്ടതെന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നത്. അതായത് ഈ തേവനെ മാധവൻ കുറ്റപ്പെടുത്തി പറഞ്ഞപ്പോൾ വേണു അതിനെ തടയുന്നുണ്ട്. അപ്പൊ തടഞ്ഞ സമയത്താണ് മാധവൻ പറയുന്നത്, അവന് തേവനെ കിട്ടേണ്ടത് ഇന്ന് കിട്ടും, അതിനു കൂടിയാണ് ഞാൻ അവനെ വയലിലേക്ക് പറഞ്ഞു വിട്ടത് എന്ന് ചിരിച്ചുകൊണ്ട് മാധവൻ പറയാണ്. അപ്പൊ മാധവന്റെ ദുഷ്ട മനസ്സാണ് ഇവിടെ കാണുന്നത്. മറ്റു മതത്തിലുള്ളവരോടുള്ള വെറുപ്പ്, തേവനെ ഇല്ലാതാക്കാനുള്ള കുടിലതന്ത്രവും എല്ലാം ഇവിടെ മാധവന്റെ വാക്കുകളിൽ കാണാം. അപ്പൊ തേവൻ അപകടത്തിലാണെന്ന് തിരിച്ചറിയുന്ന വേണു ശാന്തിയെ ഉറക്കെ വിളിക്കുകയും തനിക്ക് വയലിലേക്ക് പോകണമെന്നും തേവന്റെ ജീവനെ രക്ഷിക്കണമെന്നെല്ലാം പരിഭ്രമത്തോടു കൂടി പറയുകയും ചെയ്യാണ് ഇവിടെ. അങ്ങനെ വേണു തപ്പിപ്പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോൾ തമ്പ്ര എന്ന് നിലവിളിച്ചുകൊണ്ട് കീറിയ തലയുമായിട്ട് രക്തം ഒലിപ്പിച്ചുകൊണ്ട് തേവൻ അവിടേക്ക് വേദനയോടെ പാഞ്ഞു വരികയാണ്, അവിടേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ വയലിൽ പ്രശ്നമുണ്ടായപ്പോൾ മുഹമ്മദ് ഖാസിം മമ്മട്ടി കൊണ്ട് തലക്കടിച്ചെന്നും തന്റെ തല പൊളിഞ്ഞെന്നും തേവൻ മാധവനോട് പറയുകയാണ്. അപ്പോൾ പരിഭ്രാന്തരായിട്ടുള്ള വേണുവും ശാന്തിയും കൂടി തേവനെ ആശ്വസിപ്പിക്കുകയും ശുശ്രൂഷയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും സ്വാർത്ഥതയോടെ നേട്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടുള്ള പെരുമാറ്റമാണ് മാധവന്റേത്. എന്തു പറ്റിയെന്ന് ചോദിച്ച് പരിരക്ഷിക്കുന്നതിന് പകരം നീ എത്ര തല്ല അങ്ങോട്ട് കൊടുത്തു എന്നതാണ് മാധവന്റെ ഇവിടെയുള്ള ചോദ്യം. അതായത് തന്റെ സ്വാർത്ഥപരമായിട്ടുള്ള ജീവിതശൈലി ഇവിടെ സംസാരത്തിൽ വീണ്ടും മാധവൻ തെളിയിക്കുകയാണ്. അപ്പോൾ തനിക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്നും എല്ലാം തേവൻ പറയുകയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ തേവനെ മാധവൻ ശകാരിക്കുകയാണ്. ഹിന്ദുവിനെ തല്ലിയിട്ട് മുസ്ലിമായ അവനെ നടന്നു പോകാൻ വേണ്ടി അനുവദിച്ച് നീ നമ്മുടെ വർഗത്തിന്റെ തന്നെ അന്തസ്സ് നശിപ്പിക്കുന്നവനായിട്ട് മാറിയിരിക്കുകയാണ്. കിട്ടിയത് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന വെറും ശപ്പനാണ് നീ, നിന്നെ ഇനി ഇവിടെ വേണ്ട, ഞാൻ വേറെ ആളെ അന്വേഷിച്ചു കൊള്ളാം എന്നെല്ലാം മാധവൻ വളരെ ദേഷ്യത്തിൽ ഇവിടെ തേവനോട് പറയുകയാണ്. ഇവിടെ മാധവന്റെ വാക്കുകളിൽ ഒരു അല്പം പോലും നമുക്ക് മനുഷ്യത്വമോ സ്നേഹമോ ഒന്നും കാണാൻ വേണ്ടി കഴിയില്ല. പകരം മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഒക്കെ പേരിലുള്ള വേർതിരിക്കൽ ഇവിടെ ശക്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു.
ഇങ്ങനെ തുടരെ തുടരെ അതിരുവിട്ട രീതിയിലുള്ള മാധവന്റെ സംസാരം കേൾക്കുന്ന വേണു പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായിട്ട് മാധവന്റെ ചെകിട്ടത്തെ ശക്തമായിട്ട് അടിക്കുന്നു. തുടർന്ന് താൻ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞ് വേണു പതിയെ അവിടെ നിന്നും ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. വേണുവിന്റെ കൂടെ തേവനും ആ വീട് വിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഇതെല്ലാം കണ്ട ശാന്തി ഏട്ടാ എന്നെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് വേണുവിനോട് അപേക്ഷിക്കുകയാണ്. അപ്പൊ ഇവിടെ വേണുവിന്റെ പക്വത നിറഞ്ഞ നിലപാട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു വൃദ്ധനായ തേവന്റെയും അതുപോലെ തന്നെ കണ്ണ് കാണാത്ത തന്റെയും കൂടെ ശാന്തി ഇറങ്ങി വന്നാൽ, ഒരു പെൺകുട്ടിയായിട്ടുള്ള ശാന്തി ഇറങ്ങി വന്നാൽ കാപട്യം നിറഞ്ഞ ഈ ലോകം അവളെ പിച്ച് ചീന്തുമെന്ന് മനസ്സിലാക്കി വേണു അവളോട് അവിടെ തന്നെ നിൽക്കാനും താൻ പിന്നീട് ഒരിക്കലും വരാമെന്നും അന്ന് തന്റെ കൂടെ വന്നാൽ മതിയെന്നും ശാന്തിയോട് പറയുന്നു. അപ്പൊ ചേട്ടൻ എവിടേക്കാണ് പോകുന്നതെന്ന് ശാന്തി ചോദിക്കുമ്പോൾ വേണു പറയാണ്, വിശാലമായ ലോകം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയാണ്, എവിടേക്കെങ്കിലും ആകട്ടെ, ഏതെങ്കിലും കടത്തിണ്ണുകളിലേക്കോ ശ്മശാനങ്ങളിലേക്കോ കടൽപ്പുറങ്ങളിലേക്കോ ഒക്കെയാണ് എന്ന് വേണു മറുപടി കൊടുക്കുകയും ചെയ്യാണ്. പിന്നീട് വേണു തേവനും പതിയെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ശാന്തി ഹൃദയം തകർന്ന് പൊട്ടിക്കരയാണ്. പക്ഷെ എന്നാൽ ആ ഒരു അവസ്ഥയിലും തന്റെ സഹോദരനാണ് പോകുന്നതെന്ന് കണ്ടിട്ട് പോലും മാധവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒരു പരിഹാസത്തോടു കൂടി തന്നെ അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ഇതുവരെ തനിക്ക് മനസ്സിലാകാതിരുന്ന നവകലി തനിക്ക് മനസ്സിലായെന്ന് ശാന്തി പറയുന്നു. വീട് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് നവകലി എന്ന് ശാന്തി പറയാണ്. അപ്പൊ നവകലി ഇവിടെ ഒരു പ്രതീകമായിട്ട് തീരുകയാണ്. അതായത് ചരിത്രത്തിലെ നവകലി വൻ കലാപഭൂമി ആയിരുന്നെങ്കിൽ ഈ വീട് മനുഷ്യത്വത്തിനും ബന്ധങ്ങൾക്കും വില കൽപ്പിക്കാത്ത, മനുഷ്യനെ മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും പേരിൽ വേർതിരിക്കുന്ന മാധവൻ എന്ന വ്യക്തി സ്വന്തമാക്കിയിരിക്കുന്ന വീട് നവകലിയുടെ ഒരു ചെറു പതിപ്പാണെന്ന് ശാന്തിയുടെ വാക്കുകളിലൂടെ നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. തുടർന്ന് ശാന്തി തന്റെ ജ്യേഷ്ഠൻ വേണുവിന് ഒരു സമ്മാനം തന്നുവിടാമെന്ന് പറയുമ്പോൾ മാധവന്റെ പരിഹാസം വീണ്ടും കാണുകയാണ്. എന്റേതല്ലാത്ത എന്തുണ്ടടി നിനക്കിവിടെ എന്ന് മാധവൻ ചോദിക്കുന്നു. എന്നാൽ ശാന്തി തനിക്ക് മാത്രം സ്വന്തമായിരിക്കുന്ന ഒരു സമ്മാനം, അത് സ്കൂളിൽ നിന്നും ഈ ശാന്തിക്ക് സമ്മാനം കിട്ടിയ ഒരു കുഞ്ഞ് റാന്തൽ വിളക്ക് വേണുവിന് സമ്മാനിക്കുകയാണ്. അപ്പൊ ആ റാന്തൽ വിളക്കിലെ പ്രകാശം പതിയെ പതിയെ വേണുവിനോടും തേവനോടും കൂടെ ദൂരേക്ക് അകന്നകന്ന് പോകുമ്പോൾ നാടകം അവിടെ അവസാനിക്കുകയും ചെയ്യാണ്. അപ്പൊ ഇവിടെ ഈ റാന്തലും ഒരു പ്രതീകമാണ്. വീട് നവകലിയായി പോയതിനാൽ വീടിന്റെ പ്രകാശം അസ്തമിച്ചെന്ന ഒരു പ്രതീകമുണ്ട്. അതോടൊപ്പം തന്നെ അന്ധനാണെങ്കിലും വേണു വീട് വിട്ടിറങ്ങിയപ്പം വീട് അന്ധകാരമയമായി എന്ന ഒരു പ്രതീകം കൂടെ ഇവിടെ ഈ റാന്തൽ വിളക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിരവധി പ്രതീകങ്ങളുണ്ട്. സബർമതി ഒരു പ്രതീകമാണ്, സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ പ്രതീകമാണ്. നവകലി വേറെ ഒരു പ്രതീകമാണ്, അക്രമത്തിന്റെയും വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയൊക്കെ പ്രതീകമാണ്. ഈ റാന്തൽ വിളക്ക് ഒരു പ്രതീകമാണ്, അതായത് ജീവിതത്തിലെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയൊക്കെ ഒരു വെളിച്ചം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രതീകമാണ്. ഇങ്ങനെ പ്രതീകങ്ങളിലൂടെ ഇവിടെ ഈ നാടകം സംസാരിക്കുകയാണ്. അങ്ങനെ ഒരു ചരിത്ര സംഭവത്തെ സമകാലീന ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ നാടകത്തിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഈ നാടകം നന്നായിട്ട് വായിക്കുക, അതോടൊപ്പം തന്നെ ക്ലാസ് കേൾക്കുകയും ചെയ്യുക. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.